empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വിശ്വാസ ജീവിതം വളരെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ജീവിച്ച് തെളിയിച്ചു തന്ന ധീര വനിതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. പ്രിഷില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി മഗ്ദലേന മറിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തപ്പെട്ട് തീർത്തും അവഗണിക്കപ്പെട്ട് തിന്മയുടെ സ്വാധീനത്താൽ ജീവിച്ചിരുന്ന മഗ്ദലേന മറിയം കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവിന്റെ രക്ഷയെ സ്വീകരിച്ചപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയ ഒരു സൃഷ്ടിയായി അവൾ എങ്ങനെ മാറി എന്ന് നമ്മൾ കണ്ടു. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അവിടെ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. പൗലോസ്ലീഹ പറയുന്ന ഈ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ നമുക്ക് മഗ്ദലേന മറിയം ജീവിച്ച് കാണിച്ചു തന്നതാണ്. തന്റെ പിന്നിലുണ്ടായിരുന്നതെല്ലാം വിസ്മരിച്ച് യേശു ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്ത മഗ്ദലേന മറിയം. ആ മഗ്ദലേന മറിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം എങ്ങനെയായിരുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. തന്റെ പുതിയ ജീവിതം, കർത്താവിനെ വിട്ടുപിരിയാതെ അവിടുത്തെ സ്നേഹത്തിൽ ചേർന്ന് നിന്ന് ആ കർത്താവിനോടൊപ്പം നടന്ന മഗ്ദലേന മറിയത്തെ നമ്മൾ കണ്ടത്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സങ്കീർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. സങ്കീർത്തകനായ ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഒരേ ഒരു കാര്യമേ കർത്താവേ എനിക്ക് ആവശ്യമുള്ളൂ, ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ഹിതം തേടി അങ്ങയുടെ ആലയത്തിൽ അങ്ങയോട് ചേർന്നിരിക്കാൻ. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇത് തന്നെയാണ് മഗ്ദലേന മറിയത്തിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. മറ്റൊന്നിലേക്കും അവളുടെ ശ്രദ്ധ പോകാതെ കർത്താവിന്റെ ഹിതം തേടി കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ആ ഒരു കൃപ, അതിനു വേണ്ടിയ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ മറ്റൊന്നും നമുക്ക് കാര്യമാകുന്നില്ല. കർത്താവിനോടൊപ്പമായിരിക്കാൻ, കർത്താവിന്റെ ആലയത്തിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുവാനുള്ളൊരു കൃപ, ആ ഒരു കൃപയ്ക്ക് വേണ്ടി നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി നമുക്ക് ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നയിപ്പിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ, സർവശക്തനായ നമ്മുടെ സ്രഷ്ടാവിനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഞങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധനാം താതനേ, ഞങ്ങളുടെ യേശുവേ, കരുണയിൻ സാഗരമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ, നമുക്ക് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ,
ഞങ്ങളുടെ കർത്താവേ. കൃപയിനുറവിടമേ, ആരാധന യേശുവേ, ആരാധന. ആശ്വാസദായകനേ, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥാ നീ മതി എനിക്ക്, നീ മാത്രം മതി യേശുവേ. നിൻ കൃപ മതി എനിക്ക്, മറ്റൊന്നും വേണ്ട, അങ്ങയുടെ കൃപ മാത്രം, കൃപ മാത്രം മതി യേശുവേ. മതി എനിക്ക്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്. ആമേൻ യേശുവേ. ഈ മരുയാത്രയതേ തിരുകൃപ മതി എനിക്ക്. അങ്ങയുടെ കൃപ പകരണമേ യേശുവേ, കൃപ നൽകി അനുഗ്രഹിക്കണമേ. യാത്രയതേ തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ കൃപ മാത്രം, അങ്ങയുടെ കൃപ മാത്രം മതി ഞങ്ങൾക്ക് കർത്താവേ. മറ്റൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങയോടൊപ്പമായിരിക്കാനുള്ള കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ കൃപയോട് ചേർന്ന് കർത്താവിന്റെ ഹിതാനുസരണം ജീവിതം പൂർത്തീകരിച്ച ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ കൃപയിൽ നിറഞ്ഞു മുന്നേറുവാനുള്ള കൃപ നൽകുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ സ്വന്തമായിരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മഗ്ദലന മറിയത്തിൻ്റെ ആ ഒരു പുതിയ സൃഷ്ടി ആയതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആ സ്വാതന്ത്ര്യം പ്രാപിച്ച നിമിഷം മുതൽ കർത്താവിനെ വിട്ടുപിരിയാതെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രതികൂലങ്ങളെയും കുത്തുവാക്കുകളെയും ഒന്നും വകവയ്ക്കാതെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ വിട്ടുപിരിയാതെ നിന്ന ആ ഒരു മഗ്ദലന മറിയത്തെ പരസ്യജീവിത കാലത്തും തുടർന്ന് ഈശോയുടെ കുരിശുമരണ വേളയിൽ എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചപ്പോഴും എല്ലാം മഗ്ദലന മറിയം അവിടെ ഉണ്ടായിരുന്നു എന്ന് 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ആ കല്ലറയിൽ സംസ്കരിക്കുന്ന സമയത്ത് വരെയും അവിടെ കല്ലുരുട്ടി വെച്ച് അവിടെ അത് സീല് ചെയ്യുന്ന സമയം വരെയും മഗ്ദലന മറിയം കർത്താവിനെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 61-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട വചനമാണ്. ഈശോ മരിച്ച ശേഷം കുരിശിൽ നിന്ന് ഇറക്കി അവർ കല്ലറയിൽ ഈശോയെ സംസ്കരിക്കുകയാണ്. അവിടെ തിരുവചനം പറയുന്നുണ്ട്. 61-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു. മറ്റെല്ലാവരും ഈശോയെ ആ കല്ലറയിൽ സംസ്കരിച്ച ശേഷം ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി. എന്നാൽ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് പരിശുദ്ധ വചനം എഴുതി വെക്കുന്നത്. അപ്പോൾ പോലും മഗ്ദലേന മറിയത്തിന് ഈശോയെ വിട്ടു പോകുവാനായി സാധിക്കുന്നില്ല. അത്ര അധികം കമ്മിറ്റഡ് ആയിരുന്നു, ഡിവോട്ടഡ് ആയിരുന്നു കർത്താവിനോട് മഗ്ദലേന മറിയം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ മഗ്ദലേന മറിയത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. തൻ്റെ ജീവിതത്തിൽ, പഴയ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു മഗ്ദലേന മറിയത്തിൻ്റെ, നമ്മൾ കണ്ടതാണ്. എന്നാൽ കർത്താവിൽ നിന്ന് ആ ഒരു ഫ്രീഡം സ്വീകരിച്ച ശേഷം, കർത്താവിൽ നിന്ന് ആ ഒരു രക്ഷ സ്വീകരിച്ച ശേഷം കർത്താവിനോടൊപ്പം കർത്താവ് എല്ലാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അവിടെ അടയാളങ്ങളെല്ലാം കാണിക്കുമ്പോഴും പ്രബോധനങ്ങൾ നൽകുമ്പോഴും എല്ലാം കർത്താവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു.
ആ ശുശ്രൂഷകളിലെല്ലാം നമ്മൾ പരിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട്. പരസ്യ ശുശ്രൂഷകളിലെല്ലാം കർത്താവിനെ ഫോളോ ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പിനൊപ്പം മഗ്ദലേന മറിയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്പിരിച്വൽ ആയിട്ട് വളരെ ഒരു അഭിവൃദ്ധിയുടെ സമയത്താണ് പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു ഡെഡ് എൻഡിലേക്ക് മഗ്ദലേന മറിയം എത്തി നിൽക്കുകയാണ്. മുമ്പോട്ട് നോക്കുമ്പോൾ ശൂന്യത മാത്രമാണുള്ളത്. താൻ എന്തിനു വേണ്ടി ഇത്രയും നാൾ ജീവിച്ചോ, ആരോടൊപ്പം ഇത്രയും നാൾ ജീവിച്ചോ, ആ വ്യക്തി അവിടെ അടക്കപ്പെട്ട് കഴിഞ്ഞു. മഗ്ദലേന മറിയത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തിയ പ്രതീതിയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മളിൽ പലരും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങളിത് കേൾക്കുന്നത്. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലായിക്കൊള്ളട്ടെ, ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ് ഒരു സ്റ്റോപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലുള്ള പലരുമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യം, ജോലി മേഖല, ജീവിതത്തിന്റെ പല മേഖലകളിലും ഒരു സ്റ്റോപ്പിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ മഗ്ദലേന മറിയം തുടർന്ന് എന്താ ചെയ്യുന്നത്? നിരാശപ്പെട്ട് ജീവിതത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ കയറി അവിടെ അടച്ചിരിക്കുകയാണോ മഗ്ദലേന മറിയം ചെയ്യുന്നത്? തുടർന്നുള്ള മഗ്ദലേന മറിയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഇത്രയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരവസ്ഥ, ആ ഒരു സമയം. അപ്പോൾ മഗ്ദലേന മറിയം എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 20-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. എൻ്റെ പ്രിയ സഹോദരിമാരെ, ആ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, വെളിച്ചമൊന്നും ആയിട്ടില്ല, വളരെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിലേക്ക് ഓടി വരികയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹം പോലെ ആയിരുന്നില്ല. അന്ന് ആ സമയത്തൊക്കെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആർക്കും സ്വീകരിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു സമയത്ത്, ആ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി അവൾ ഇരുട്ടത്ത് ഓടി വരികയാണ്. എങ്ങോട്ടാ പോകുന്നേ? യേശുവിന്റെ കല്ലറയിലേക്ക്. അവിടെ നമുക്കറിയാം, അവിടെ പട്ടാളക്കാരാൽ അവിടെ വലിയ ഒരു കാവൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സമയമാണ്. ചുറ്റും പട്ടാളക്കാരുടെ ഇടയിലേക്കാണ് അവൾ കടന്നു പോകുന്നത്. മാത്രമല്ല, അവൾ കണ്ടതാണ് അവിടെ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ച് ആ ശവകുടീരം അടച്ചു എന്നുള്ളത്. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതൊന്നും അവളെ കർത്താവിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നതിൽ നിന്ന് പിടിച്ചു മാറ്റുന്നില്ല. ഒട്ടും സംശയം പോലും അവൾക്കില്ല. അവൾ ഓടുകയാണ് കർത്താവിന്റെ അടുത്തേക്ക്. ഇങ്ങനെ ഓടി കർത്താവിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടാകണം പ്രിയ സഹോദരിമാരെ. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും കർത്താവിന്റെ അടുത്തേക്കല്ലേ നമ്മൾ പോകുന്നേ. അതായിരുന്നു അവളുടെ മോട്ടിവേഷൻ. അവൾ എങ്ങോട്ടാ പോകുന്നേ? കർത്താവിന്റെ അടുത്തേക്കാ പോകുന്നേ. ആ ഒരു മോട്ടിവേഷന് മുൻപിൽ മറ്റുള്ള സാഹചര്യങ്ങളൊന്നും അവൾക്കൊരു തടസ്സമേ അല്ല. കാരണം അവൾക്കറിയാമായിരുന്നു തൻ്റെ ഗുരു ആരാണെന്ന്. എന്നാൽ അവിടെ ചെന്നപ്പോൾ എന്താ കാണുന്നേ? 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം തിരുവചനം പറയുന്നു, ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവിടെ ചെന്നപ്പോഴേ അവൾക്ക് ഗുഡ് സൈൻ കിട്ടി തുടങ്ങി. ശവകുടീരത്തിന്റെ കല്ല് അവിടെ ഇല്ല. പിന്നെ പരിശുദ്ധ വചനത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയുന്നതാണ്. അവൾ അപ്പോൾ തന്നെ തിരിച്ചോടുകയാണ് ശിഷ്യന്മാരുടെ അടുത്തേക്ക്. അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പത്രോസ്ലീഹായും മറ്റൊരു ശിഷ്യനും കൂടി ഓടി വന്നു. നോക്കുമ്പോൾ കർത്താവിന്റെ ശരീരം അവിടെ ഇല്ല. ഇതൊക്കെ കണ്ട് അവരെല്ലാം മടങ്ങിപ്പോയി. അവരെല്ലാവരും വന്ന സ്ലീഹന്മാര് 2 പേരും തിരിച്ചുപോയി. എന്നാൽ അവിടെയും മഗ്ദലേന മറിയം എന്താ ചെയ്യുന്നേ? 10-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനന്തരം വന്ന ശിഷ്യന്മാർ 2 പേരും മടങ്ങിപ്പോയി. തുടർന്ന് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോഴും മറിയം കർത്താവിനെ വിട്ടു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കുകയാണ്. കർത്താവിനെ കാത്ത് നിൽക്കുകയാണ് അവൾ. തുടർന്നും നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നൊക്കെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത്രയേറെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലുള്ള അവളുടെ കാത്തിരിപ്പ് വ്യർത്ഥമായി പോയോ?
തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് മഗ്ദലന മറിയത്തിന് ദൂതന്മാർ വരികയാണ്. ദൂതന്മാരെ കാണുകയാണ് മഗ്ദലന മറിയം ആ ഗുഹയ്ക്കുള്ളിൽ. അവരുമായി സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ 14-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യമായി തന്നെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ മഗ്ദലേന മറിയത്തിന്റെ മുൻപിൽ. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇത്രയും കമ്മിറ്റഡായി പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മുമ്പിൽ അതൊന്നും വകവയ്ക്കാതെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ ഓടി നടന്ന മഗ്ദലേന മറിയത്തിന്റെ മുൻപിലാ നമ്മുടെ കർത്താവ് ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്നെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് അവിടെ ആ മഗ്ദലേന മറിയത്തിന്റെ കമ്മിറ്റ്മെന്റിനെയും അവൾ കാണിച്ച നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തികഞ്ഞ ഭ്രാന്തെന്ന് തന്നെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഒരു സ്ത്രീ കാണിക്കുന്നത് കാണുമ്പോൾ അത് കർത്താവ് അവിടെ വിലമതിക്കുകയാണ്. അവളുടെ മുൻപിൽ ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. മറ്റേത് ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാളും കർത്താവ് ഉചിതമായി കണ്ടത് മഗ്ദലേന മറിയത്തിന്റെ മുൻപിൽ തന്നെ വെളിപ്പെടുത്താനാണ്. തുടർന്ന് എന്താ സംഭവിക്കുന്നത്? മഗ്ദലേന മറിയത്തെയാണ് മറ്റെല്ലാവരോടും താൻ ഉയർത്തെഴുന്നേറ്റുവെന്നും പിതാവിന്റെ അടുക്കലേക്ക് താൻ ആരോഹണം ചെയ്യാൻ പോവുകയാണെന്നും ഒക്കെ പറയാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സഭയിലെ വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസ് ഈ മഗ്ദലേന മറിയത്തെ പറയുന്ന ഒരു പേരുണ്ട്. മഗ്ദലേന മറിയത്തിന് കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട്. അദ്ദേഹം മഗ്ദലേന മറിയത്തെ വിളിക്കുന്നത് ദി അപ്പോസൽ ടു ദി അപ്പോസൽസ് എന്നാണ്. അപ്പസ്തോലന്മാർക്ക് വേണ്ടിയുള്ള അപ്പസ്തോല എന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസ് മഗ്ദലേന മറിയത്തെ വിളിക്കുന്നത്. ഇവിടെ താൻ തെരഞ്ഞെടുത്ത് അയച്ച സ്ലീഹന്മാർ, അവരെയാണല്ലോ നമ്മൾ അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നത്, അവരുടെ അടുത്തേക്ക് ഈ വാർത്ത അറിയിക്കുവാനായി കർത്താവ് അയക്കുന്നത് ആരെയാണ്? മഗ്ദലേന മറിയത്തെയാണ്. അതുകൊണ്ടാണ് സഭ മഗ്ദലേന മറിയത്തെ ദി അപ്പോസൽ ടു ദി അപ്പോസൽസ് എന്ന് വിളിക്കുന്നത്. എത്ര വലിയ പദവിയാ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് കർത്താവ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ വിളിക്കൊത്ത് ആ ഒരു വിളിയോട് ചേർന്ന് വിശ്വസ്തയോടെ നമ്മൾ മുന്നേറിയാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളുടെ അധ്വാനത്തെ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ അതെങ്ങനെ നേരിടുന്നു എന്നതിനെയൊക്കെ കർത്താവ് തീർച്ചയായിട്ടും മാനിക്കും. ഇവിടെ അതല്ലേ നമ്മൾ കാണുന്നത്. മഗ്ദലേന മറിയത്തെ വലിയൊരു റോളിലേക്ക് കർത്താവ് ഉയർത്തുകയാണ്. മഗ്ദലേന മറിയത്തിന് വ്യക്തമായിട്ട് അറിയാമായിരിക്കാം താൻ പോയി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കത്തില്ല എന്ന്. എന്നാൽ അതൊന്നും അവളെ പിന്നോട്ട് വലിക്കുന്നില്ല. ആരെ എന്ത് വിചാരിക്കും ഇതൊന്നും ഒരിക്കലും മഗ്ദലേന മറിയം ചിന്തിക്കുന്നു പോലുമില്ല. അവൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ കർത്താവിനോടൊപ്പം ലക്ഷ്യത്തിലേക്ക്, ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അതിനായിട്ട് മറ്റെന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊന്നും ഒരു പ്രശ്നമേ ആയി മഗ്ദലേന മറിയം കാണുന്നില്ല. ആ അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 18-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവ് പറഞ്ഞ വശം തന്നെ മഗ്ദലേന മറിയം കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ഓടിപ്പോവുകയാണ്. അതിന്റെ പരിണിത ഫലങ്ങളോ തനിക്ക് ലഭിക്കാവുന്ന കളിയാക്കലുകളോ നിന്ദനങ്ങളോ അതിലേക്കൊന്നും അവൾ ചിന്തിക്കുന്നു പോലുമില്ല. ഓടിപ്പോയി കർത്താവിനെ താൻ കണ്ടു, കർത്താവ് തന്നോട് ഇതൊക്കെ പറഞ്ഞു എന്ന ശിഷ്യന്മാരെ അവൾ അറിയിക്കുകയാണ്. കർത്താവിന്റെ കൽപ്പനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മഗ്ദലേന മറിയത്തെ നമ്മൾ കാണുന്നേ. ഇതിനൊക്കെ ഇതുപോലെ ഓടി നടക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, ഇതുപോലെ വില കൊടുക്കാൻ മഗ്ദലേന മറിയത്തിന് എന്തായിരുന്നു ആ ഒരു മോട്ടിവേഷൻ? കർത്താവ് അവൾക്ക് നൽകിയ ആ ഒരു രക്ഷ, കർത്താവ് അവൾക്ക് നൽകിയ സ്വാതന്ത്ര്യം, അതിലൂടെയാണ് തൻ്റെ ജീവിതം അവൾ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതേ രക്ഷ തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചിരിക്കുന്നത്? നമ്മുടെ കർത്താവ് കുരിശിൽ നമുക്ക് നേടിത്തന്ന അതേ രക്ഷയല്ലേ ഈ മഗ്ദലേന മറിയവും ഏറ്റെടുത്തത്? എന്നിട്ട് മഗ്ദലേന മറിയത്തിന് ഇത്രയും ചെയ്യാമെങ്കിൽ
പരിശുദ്ധ വചനം പറയുന്നു, ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നിനക്ക് ഒരു പാഠമാകാനായിട്ടാണ്. നാം ഓരോരുത്തരും ഇതിൽ നിന്ന് പാഠം സ്വീകരിക്കാനാണ് ഇങ്ങനെയുള്ളവരുടെ ആ ജീവിത കഥകൾ പരിശുദ്ധ ബൈബിളിൽ വിവരിച്ചെഴുതിയിരിക്കുന്നത്. രക്ഷ സ്വീകരിച്ച മഗ്ദലന മറിയം ഇത്രമാത്രം കർത്താവിന് വേണ്ടി ഓടിയെങ്കിൽ നാം ഓരോരുത്തരും അതിലേക്കല്ലേ വിളിക്കപ്പെട്ടിരിക്കുന്നത്? കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിനോട് ചേർന്നുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണ്ടേ? ഓരോ നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും തളർന്നു പോകാനുള്ളവരാണോ നമ്മൾ? കർത്താവിന്റെ വേലയിൽ വ്യാപരിക്കുന്ന എല്ലാവരും, കർത്താവിനെ പ്രതി സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്ന, നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. തീർച്ചയായും കഷ്ടപ്പാടുകൾ ഉണ്ടാകും. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇവിടെ മഗ്ദലന മറിയം എന്താ നമുക്ക് കാണിച്ചു തരുന്നേ? അവളുടെ ചുറ്റും കുറ്റപ്പെടുത്താനും കളിയാക്കാനുമുള്ള ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ ഇഷ്ടം പോലെ കളിയാക്കലുകൾ മഗ്ദലന മറിയം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവളുടെ ആ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ സ്പീഡ് സ്വല്പം പോലും കുറച്ചിട്ടില്ല. അവൾ ആ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഓടുകയാണ്. അങ്ങനെ തന്റെ വിശ്വാസ ഓട്ടം അവൾ വളരെ വിജയപ്രദമായി പൂർത്തീകരിക്കുകയാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വെല്ലുവിളിയാകണം, ഒപ്പം പ്രചോദനമാകണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. ഇതുപോലെ എങ്ങനെ നമുക്ക് ഈ മഗ്ദലന മറിയത്തിനെ പോലെ പ്രശ്നങ്ങളെ ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്. പ്രതിസന്ധികൾ മുമ്പിലുണ്ട്, വലിയ വെല്ലുവിളികൾ മുൻപിലുണ്ട്. എന്നാൽ അതൊന്നും അവളെ പിറകോട്ട് വലിക്കുന്നില്ല. അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തന്നെയാണ്. അവിടെ കല്ലറയിലേക്ക് ഓടുമ്പോഴും തുടർന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടുമ്പോഴും എല്ലാം അവൾ നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കുന്നില്ല. കർത്താവ് മാത്രമാണ് അവളുടെ മുൻപിൽ. നമ്മുടെ ജീവിതങ്ങളിലും ഈ ഒരു കൃപ സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരിമാരെ, നാം ആയിരിക്കുന്നിടത്ത് കർത്താവ് നൽകിയ രക്ഷയെ പ്രതി എങ്കിലും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് തയ്യാറാകാം. കർത്താവ് നമ്മളെ എത്രമാത്രം വലിയ രക്ഷയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും വലിയ പാപത്തിന്റെ പടുകുഴികളിൽ നിന്ന് നമ്മളെ ഉയർത്തി നിത്യതയ്ക്ക് നമ്മളെ അർഹരാക്കിയവനല്ലേ നമ്മുടെ കർത്താവ്. ആ കർത്താവിന് വേണ്ടി ഓടാൻ, എന്ത് പ്രതികൂലങ്ങളുടെ മുൻപിലും കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് മഗ്ദലന മറിയം, ദി അപ്പോസൽ ടു ദി അപ്പോസൽസ്. എത്ര വലിയ വിശേഷണമല്ലേ അത്! അപ്പസ്തോലന്മാരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട നമ്മുടെ മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാം. നാം അയക്കപ്പെടുന്ന ഇടങ്ങളിൽ പോയി, അതായത് നമ്മുടെ കുടുംബങ്ങളാകാം, നമ്മുടെ ജോലി മേഖലകളാകാം, നമ്മൾ ഇടപഴകുന്ന വ്യക്തികളാകാം, എവിടെ ആയിരുന്നാലും കർത്താവിന് വേണ്ടി സംസാരിക്കാൻ, കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുക്കാൻ, കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ പറയുന്നത് പോലെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ പിന്മാറ്റാൻ സാധിക്കരുത്. ആ ഒരു നിലപാടിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഗ്ദലന മറിയത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ആഹ്വാനങ്ങൾ, പഴയ ജീവിതത്തിലെ കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം മറന്ന് നമ്മുടെ ഇനിയുള്ള ജീവിതം ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, പരിപൂർണമായും കർത്താവിനോട് ചേർന്ന് ഐക്യത്തിൽ കർത്താവിനോട് ഐക്യപ്പെട്ട് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്ത് കുഴപ്പങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറാതെ ഒട്ടിപ്പിടിച്ച് കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. മഗ്ദലന മറിയത്തിലൂടെയും മറ്റും കർത്താവ് നൽകിയ ആഹ്വാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവ് നയിക്കുന്ന വിധങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട്, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ പിന്നോട്ട് വലിക്കാൻ സാധിക്കുകയില്ല എന്ന ഉറപ്പ് കർത്താവിന് കൊടുത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നയിക്കുന്ന വിധങ്ങൾക്കായി നന്ദി ഈശോയെ. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഹല്ലേലൂയ. നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യ
സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നതിനായി, ഞങ്ങളെ കരുതുന്ന വഴികൾക്കായി, നൽകുന്ന ആഹ്വാനങ്ങൾക്കായിട്ടെല്ലാം കർത്താവെ നന്ദി പറയുകയാണ്. എന്ത് യോഗ്യതയാണ് ഈശോയെ. ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. യോഗ്യതയൊന്നുമില്ലാതിരുന്നിട്ടും ഇതുപോലെ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മഗ്ദലേന മറിയത്തിൽ നിന്നുമുള്ള നമ്മുടെ പഠനം ഈ ഒരു എപ്പിസോഡ് കൂടി അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് മുതൽ മറ്റൊരു വ്യക്തിയെയുമായി നമ്മൾ വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി കടന്നു വരും. കൂടുതൽ ആൾക്കാരോട്, ഇനിയും അറിയാത്തവരോട് നിങ്ങൾ പറയുക, നമ്മുടെ പരിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്ന ധീരരായ വനിതകളെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് തുടർന്നും പഠിക്കാം. അവരുടെ ജീവിതത്തിൽ നിന്നും ആവശ്യമായതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ പ്രോഗ്രാമിനെ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, അതുപോലെ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.